കൃത്യം ഒരു വർഷം മാത്രമാണ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. അടുത്ത വർഷം മെയ് മാസത്തിൽ തമിഴ്നാട് നിയമസഭയിലേക്ക് വിധിയെഴുതും. DMK ഉറച്ച വിജയം പ്രതീക്ഷിക്കുന്ന തമിഴ്നാട്ടിൽ ഇക്കുറി പോരാട്ടത്തിന് സൂപ്പർ താരം വിജയുടെ തമിഴക വെട്രിക്കഴകവുമുണ്ട്. ഇതിനിടയിൽ നിലനിൽപ്പ് അപകടത്തിലായ ADMK തിരിച്ചുവരവിനുള്ള വഴികൾ തേടുകയുമാണ്. കൂട്ടിന് BJPയും ഒപ്പമുണ്ട്. BJPയെ സംബന്ധിച്ച് ADMKയ്ക്കൊപ്പം നിന്നാൽ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുകയുമില്ല. ഒറ്റയ്ക്ക് നിന്നാൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം തമിഴ്നാട്ടിൽ ADMKയുമായി സഖ്യത്തിന് തയ്യാറെടുക്കുകയാണ് BJP. നേരത്തെയും ഈ സഖ്യം തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ്. എന്നാൽ K. അണ്ണാമലൈ എന്ന മുൻ IPSകാരൻ തലപ്പത്തെത്തിയതോടെ കളി ആകെ മാറി. പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയെ തള്ളി ADMK NDA കൂടാരത്തിന് വെളിയിലുമെത്തി. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കും ADMKക്കും അക്കൗണ്ട് തുറക്കാനും സാധിച്ചില്ല. പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ADMK NDA പാളയത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത്. ഒറ്റ നിബന്ധന മാത്രം: കല്ലുകടിയായി നിൽക്കുന്ന അണ്ണാമലയെ മാറ്റി പ്രതിഷ്ഠിക്കണം. എല്ലാം തലകുലുക്കി തന്നെ BJP സമ്മതിച്ചിട്ടുമുണ്ട്. അണ്ണാമലയെ പുറത്താക്കാനും ADMKയ്ക്ക് വലം കൈ നീട്ടാനും അങ്ങനെ കേന്ദ്രമന്ത്രി അമിത്ഷാ ചെന്നൈയിൽ പറന്നിറങ്ങിയിരിക്കുകയാണ്. ഗിണ്ടിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടത്തുന്ന നിർണായക യോഗങ്ങളിൽ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളുമായി ഷാ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ട് മുന്നണി പ്രഖ്യാപനം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അണ്ണാമലയെ പുറത്താക്കുന്ന പക്ഷം BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നടപടികൾക്കും തുടക്കമായിട്ടുണ്ട്. ഉടൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ച് വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് DMKയുമായി സമവായമുണ്ടാക്കാനും ഷാ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിലെ അധ്യക്ഷനായ K. അണ്ണാമലയുമായി DMK നേതൃത്വത്തിനുള്ള അകൽച്ച കണക്കിലെടുത്താണ് പുതിയ നീക്കം നടക്കുന്നത്. അതേസമയം അധ്യക്ഷ സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ കുറഞ്ഞത് 10 വർഷമെങ്കിലും BJP പ്രവർത്തകനായിരിക്കണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ 2017 പാർട്ടിയിലെത്തി മത്സര രംഗത്ത് സജീവമായ നൈനാർ നാഗേന്ദ്രൻ MLA ഉൾപ്പെടെ പലരും അയോഗ്യരാകും. നിബന്ധന വിവാദമായതോടെ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ അതിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട്. എന്നാൽ DMK വിട്ട് BJPയിലെത്തിയ നൈനാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ RSSനു താല്പര്യമില്ല എന്നതാണ് സൂചന. യുവ നേതാവായ അനന്തൻ അയ്യാസ്വാമി, കറുപ്പ് M. മുരുകാനന്ദം എന്നിവരുടെ പേരും പരിഗണനാ പട്ടികയിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞത് 10 സീറ്റെങ്കിലും പിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് BJP ADMK സഖ്യം മുന്നോട്ട് പോയത്. എന്നാൽ ഭിന്നത രൂക്ഷമായതോടെ വഴിപിരിഞ്ഞ സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല. വലിയ തോൽവിയാണ് NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സംഭവിച്ചത്. എന്തായാലും അണ്ണാമലൈ തെറിക്കുമെന്ന് ഉറപ്പായതോടെ BJPയുടെ കൂട്ടുപിടിച്ച് തമിഴ്നാട് ഭരണം പിടിക്കാമെന്ന് വെറുതെയെങ്കിലും ആഗ്രഹിക്കുകയാണ് ADMK എന്ന പ്രതിപക്ഷ പാർട്ടി.